എല്ലാവരെയും ഒരുമിച്ച് കൂട്ടി ഫലസ്തീനിൽ സമാധാന കരാർ നിലവിൽ വന്നതായി പ്രഖ്യാപിച്ചു. നാടുവിട്ട ഫലസ്തീനികളെ തിരികെ എത്തിച്ചു. ഇസ്രായേലി ബന്ദികളെ മോചിപ്പിച്ചു. എന്നിതാ ഇപ്പോൾ ഇസ്രായേൽ വീണ്ടും വ്യോമാക്രമണം ആരംഭിച്ചിരിക്കുന്നു. ഇതിൽ നിന്നും ഉയർന്നുവരുന്ന സംശയം ഇതാണ്: കുറഞ്ഞ ചിലവിൽ ഫലസ്തീനികളെ കൊന്നുതള്ളാൻ തയ്യാറാക്കിയ ഒരു തന്ത്രമായിരുന്നോ ഇത്? സാഹചര്യം അതാണ് വ്യക്തമാക്കുന്നത്. ഇസ്രായേലിൻ്റെ ആക്രമണത്തെ ചെറുത്തു നിൽക്കാൻ തങ്ങളുടെ പക്കൽ ഒന്നുമില്ല എന്ന അറിവ് ഉണ്ടായിട്ടുകൂടി ഹമാസ് വലിയ വലിയ വർത്തമാനങ്ങൾ പറഞ്ഞ് ഇസ്രായേലിനു അതിനുള്ള സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുകയും ചെയ്യുന്നു എന്നതും ഒരു പരമാർത്ഥമാണ്. പക്ഷേ അവിടെ എല്ലാം അനുഭവിക്കുന്നത് സാധാരണ ജനങ്ങളാണ് എന്നതാണ് ഏറെ കഷ്ടം. ഇപ്പോൾ തുടങ്ങിയ ബോംബാക്രമണം തുടർന്നാൽ ഏതാനും ആഴ്ചകൾക്കുള്ളിൽ ഗസ നിവാസികൾ ഇല്ലാതെയാകും. അതോടെ ഫലസ്തീൻ ഇസ്രായേലിന് സ്വന്തമാക്കുക എന്നത് എളുപ്പമാകും. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്: ഇതെല്ലാം കണ്ടിട്ടും ഇത് തടയാനാവശ്യമായ ശക്തമായ നടപടികൾ സ്വീകരിക്കാത്ത ഇസ്ലാമിക ലോകത്തോട് കാലം കണക്ക് തീർക്കുക തന്നെ ചെയ്യും.